കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് വെളിയിൽ വന്ന ദൃശ്യമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. 20 കൊല്ലത്തെ ജയിൽവാസത്തിന് ശേഷം ഇതാ അബ്ദുൾ റഹീം സ്വപ്ന സമാനമായ ഒരു മോചനം സാധ്യമാക്കി കോഴിക്കോടിൻ്റെ മണ്ണിൽ കോഴിക്കോട് എയർപോർട്ടിൻ്റെ മണ്ണിൽ ഇറങ്ങിയിരിക്കുന്നു. ഫറൂഖിൽ കാത്തിരിക്കുന്ന ഉമ്മയ്ക്ക് സന്തോഷത്തിൻ്റെ സന്ദേശം നമ്മൾ എത്തിക്കുകയാണ്. ഉമ്മ ഇതാ റഹീം, ഉമ്മയുടെ മകൻ തിരിച്ചു വരുന്നു. 20 കൊല്ലം വധശിക്ഷയുടെ വാള് തലയ്ക്ക് മുകളിൽ 20 കൊല്ലക്കാലം തൂങ്ങിക്കിടന്ന ഇതേ മകൻ റഹീം ജന്മനാട്ടിലെത്തുന്ന ഏറ്റവും സുന്ദരമായ കാഴ്ച, കേരള സ്റ്റോറിയുടെ ഏറ്റവും പുതിയ കാഴ്ചയുടെ പ്രതീകമായി ഉമ്മയുടെ സ്നേഹത്തണലിൽ ഇനിയുള്ള കാലം വിശ്രമിക്കാൻ വേണ്ടി അബ്ദുൾ റഹീം എത്തുന്നു ഫറൂഖിലേക്ക്. ഏറ്റവും സന്തോഷകരമായ ആ നിമിഷം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ അറിയിക്കുന്നു. 20 കൊല്ലക്കാലം റിയാദിലെ ജയിലിൽ കഴിഞ്ഞ അബ്ദുൾ റഹീം കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കി ഇതാ പുറത്തു വന്നിരിക്കുന്നു. റഹീം പുറത്തേക്ക് വരികയാണ്. കോഴിക്കോട് എയർപോർട്ടിൽ നമ്മുടെ പ്രതിനിധി ദീപക് തരമണമുണ്ട്. ദീപക്, ഈ സന്തോഷകരമായ കാഴ്ച ലോകത്തിലെ ലക്ഷക്കണക്കിന് മലയാളികൾക്കൊപ്പം നമ്മളും ആസ്വദിക്കുകയാണ്, ആഹ്ലാദിക്കുകയാണ്. ഈ റഹീമിന്റെ മോചനത്തിന് വേണ്ടിയാണ് മലയാളികൾ പുതിയൊരു ചരിത്രമെഴുതി കോടിക്കണക്കിന് രൂപ കളക്ട് ചെയ്തും ഒരുപാട് ആളുകൾ നിയമസഹായ സമിതി ഉൾപ്പെടെ റിയാദിലും ജിദ്ദയിലും സൗദി അറേബ്യയുടെ വിവിധ കേന്ദ്രങ്ങളിലും ഒരുപാട് സംഭാവനകൾ ചെയ്ത് റഹീമിനെ ഇതാ കോഴിക്കോട് എത്തിച്ചിരിക്കുന്നു. കരിപ്പൂർ വിമാനത്താവളത്തിൽ അല്പസമയത്തിന് മുമ്പ് വിമാനമിറങ്ങിയ റഹീം ഇമിഗ്രേഷൻ നടപടികളെല്ലാം പൂർത്തിയാക്കി പുറത്തേക്ക് വരുന്ന കാഴ്ച നമ്മൾ കാണാൻ പോകുന്നു. പുറത്തേക്ക് വന്നു കഴിഞ്ഞു. ദീപക് തർമ്മണം തത്സമയം ചേരുകയാണ്. ദീപക്, ഒരുപക്ഷെ ഈ സന്തോഷകരമായ കാഴ്ച ഇതാ എത്രയോ കാലമായി നമ്മൾ കാത്തിരിക്കുന്നു. റഹീമിനെയാണ് സ്ക്രീനിൽ കാണുന്നത്. നിങ്ങൾക്കറിയാം, റഹീമിന്റെ കണ്ണുകൾ നനയുന്നുണ്ടാകണം. ഈ സ്വപ്നങ്ങൾക്ക് തീ പിടിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 20 കൊല്ലക്കാലം വധശിക്ഷ കിട്ടാൻ പോകുന്നു എന്ന് കരുതി ഭയാശങ്കയിൽ ജീവിച്ച ഒരു മനുഷ്യൻ ഇതാ കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയിരിക്കുന്നു. കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് നമ്മുടെ പ്രതിനിധി ദീപക് തർമ്മണം തത്സമയം ചേരുന്നു. പറയൂ ദീപക്. റഹീമിനെ കാണാൻ നമുക്ക് ദൃശ്യങ്ങളിൽ. റഹീം സന്തോഷവാനായി കൈവീശുന്ന കാഴ്ചയാണ്. ലോക മലയാളിയോട് നന്ദി പറയുന്ന ആ കൈവീശൽ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. റഹീമിന്റെ മലയാളിയുടെ ഒരു ചരിത്രമെഴുതൽ, ആ ചരിത്രമെഴുതലിന്റെ വലിയ കൂട്ടായ്മയുടെ വിജയം, ആ കൂട്ടായ്മയുടെ വിജയമാണ് ഈ ബലിപെരുന്നാൾ അഥവാ വലിയ പെരുന്നാൾ. ഇത് മലയാളിയുടെ വലിയ വിജയം തന്നെയാണ്. കാരണം കഴിഞ്ഞ 20 ആണ്ടായി ഒരു പെരുന്നാൾ പോലും ആഘോഷിക്കാതെ ഒരു പാത്തുമ്മ കാത്തിരിക്കുകയായിരുന്നു. ആ പാത്തുമ്മയ്ക്ക് സന്തോഷത്തിന്റെ ദിനമാണ്. വലിയ സന്തോഷമാണ്. കാരണം വലിയ ഒരു ശ്രമം മലയാളികൾ പരിസമാധാനം